ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃദാസന്മാരെ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിലും മഹാദൈവത്തിൻ്റെ കരുണയാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നമ്മെ തന്നെ ധന്യരാക്കാൻ, നമ്മെ തന്നെ കുറച്ചുകൂടെ മെച്ചമുള്ളവരാക്കാൻ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന സഹൃദയം പങ്കുവയ്ക്കുവാനും അത് ഏറ്റെടുക്കുവാനും ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ പണിതെടുക്കുവാനും പരിശുദ്ധാത്മാവിനാൽ മുഖാന്തരമാകുമെന്നുള്ള ഉറപ്പോടെ ഇന്നും നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ്. അതിനേക്കാൾ മുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹാഭിവാദനങ്ങൾ അറിയിക്കുന്നു. കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ നമ്മുടെ ദൈവത്തിന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദിയോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ദൈവ വചന ധ്യാനത്തിനൊരുങ്ങുകയാണ്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 3-ാമത് വാക്യം വായിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി തിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ദാനിയേൽ പ്രവാചകനെക്കുറിച്ച് തിരുവെഴുത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രത്യേകതയുള്ളൊരു വാക്യം ഒന്നോടെ ഞാൻ പറയാം. ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി തിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. വേദപുസ്തകത്തിലെ ഏറ്റവും ദൈവത്തിന് പ്രിയനായ കഥാപാത്രം, ദൈവത്തിന് സ്നേഹിതരുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവരുണ്ടായിരുന്നു, ദൈവത്തിന് പ്രിയരുണ്ടായിരുന്നു, ഏറ്റവും പ്രിയരുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ ആജ്ഞാനുവർത്തികൾ, അങ്ങനെ ഒത്തിരി ആളുകളെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. ഭൂമിയിൽ ഒരു ജന്മം കിട്ടിയിട്ട് നാമും ദൈവവുമായിട്ടുള്ള ബന്ധം, നാം ദൈവത്തിൻ്റെ ആരാണ്, ഇത്രയും കാലം ജീവിച്ചതുകൊണ്ട് ദൈവത്തിന് നമ്മെക്കുറിച്ച് എന്ത് പ്രയോജനമുണ്ട്, ഇതുപോലെ എന്തെങ്കിലും ദൈവത്തിന് പ്രിയനായോ ഹൃദയപ്രകാരമുള്ളവനായോ ദാസനായോ പ്രിയ മകനായോ ഹൃദയം പങ്കുവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് എന്തെങ്കിലും ഒരു നിലവാരത്തിൽ നമ്മെ തന്നെ ദൈവോന്മുഖമായി ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ രാവിലെ ഒന്ന് ചിന്തിച്ചാൽ കിട്ടുമോ? എവിടെ വരെ എത്തി നമ്മുടെ ആത്മീകം? ഞാൻ ദൈവത്തിന് ആരാണ്, വിശ്വാസിയാണ്, ദൈവമക്കളാണ്, കർത്താവിനെ വിശ്വസിക്കുന്നു എന്നൊന്നും പറയുകയല്ല. കുറച്ചോടെ ദൈവത്തിന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന, ദൈവത്തിന് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന, എപ്പോഴും ദൈവത്തിന് അവൈലബിളായിരിക്കുന്ന ഒരു പ്രിയൻ, ഒരു പ്രിയ മകൻ. ദാനിയേലിന് ജീവിതം കൊണ്ട് ഒരു വലിയ പേര് കിട്ടി. ഏറ്റവും പ്രിയ പുരുഷ എന്ന് ഭൂമിയിൽ ആരോ പേരിട്ടതല്ല, സ്വർഗത്തിൽ നിന്ന് വന്നവൻ, ദൈവത്തിൻ്റെ പൾസും മനസ്സും അറിഞ്ഞ ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് വിളിച്ചതാണ് ഏറ്റവും പ്രിയ പുരുഷ. അപ്പോൾ സ്വർഗത്തിൽ ദാനിയേൽ ആരാണ് എന്ന് സ്വർഗത്തിലുള്ളവർക്കേ അറിയത്തുള്ളൂ. ചില ആളുകളെക്കുറിച്ച് പറയില്ലേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പുള്ളിക്ക് ഭയങ്കര പേരാട്ടോ, ഞങ്ങളുടെ അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളിയെ നിലത്തിരിക്കാൻ സമ്മതിക്കില്ല, അതുപോലെയാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവിടെ അത്ര പ്രസക്തനാണ്, അവിടെ അത്ര പ്രിയപ്പെട്ടവനാണ്, അവിടെ അത്ര വേണ്ടപ്പെട്ടവനാണ്, അവിടെ ഉള്ളവർക്ക് അത്രയ്ക്ക് ബഹുമാനവും സ്നേഹമാണ്. അതുകൊണ്ടല്ലേ അങ്ങനൊരു ഡയലോഗ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വന്ന ഒരാൾ പറയുന്നു, സ്വർഗത്തിൽ ദാനിയേൽ ആരാന്നറിയാമോ? ദൈവത്തിൻ്റെ പ്രിയനാട്ടോ, ഏറ്റവും പ്രിയനാട്ടോ. ആ നിലവാരം കൊണ്ട് ദൂതന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് വിളിച്ചത് ദാനിയേലേ എന്നല്ല, ഏറ്റവും പ്രിയ പുരുഷ, ദൈവത്തിന് ഏറ്റവും പ്രിയ പുരുഷൻ. അങ്ങനെ ഒരു കരിയർ, അങ്ങനെ ഒരു ജീവിതം, എത്ര ധന്യം. എന്താണെങ്കിലും ദാനിയേൽ അങ്ങനെ ഒത്തിരി ഗുണഗണങ്ങളുള്ളവനായിരുന്നു. ഇവിടെ ഇതാ ദാനിയേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്: ദാനിയേൽ വിശിഷ്ടനായി തിളങ്ങി. എല്ലാവരേക്കാളും, എല്ലാ സൂപ്പർവൈസേഴ്സിനേക്കാളും, എല്ലാ പ്രസീഡ് ചെയ്യുന്ന പരമ ഉന്നതത്തിലിരിക്കുന്ന അധ്യക്ഷന്മാരെക്കാളും ഏറ്റവും പ്രസിഡൻസ് ആൻഡ് പ്രിൻസസ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, കിങ് ജെയിംസ് കൊടുത്തിരിക്കുന്നത്. എല്ലാ പ്രസിഡൻറ്റുമാരെക്കാളും, എല്ലാ പ്രിൻസസിനേക്കാളും ഉന്നതനായി അടിമയായി ചെന്ന ഈ ചെറുപ്പക്കാരൻ വിശിഷ്ടനായി വിളങ്ങി.
അതിൻ്റെ കാരണമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. അങ്ങനെ വിശിഷ്ടരായപ്പോൾ രാജാവ് തീരുമാനിച്ചു, എന്തെന്ന് വിചാരിച്ചു? എല്ലാ സർവ്വരാജ്യത്തിനും അധിപതിയാക്കാൻ. എങ്ങനെ ദാനിയേലിനത് സിദ്ധിച്ചു? പരീക്ഷ എഴുതി ടെസ്റ്റ് എഴുതി പാസ്സായി അങ്ങനെ വലിയ സ്ഥാനത്തെത്തിയതാണോ? അല്ല, പരീക്ഷയും ടെസ്റ്റും ഒന്നുമല്ല. പിന്നെ അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? ആ വാക്ക് ഇന്നത്തെ ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. മലയാളത്തിൽ എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നത് കൊണ്ട്. അതാണ് റീസൺ. എന്തുകൊണ്ട് അങ്ങയ്ക്ക് ഇത്ര വിളങ്ങാൻ കഴിയുന്നു? ബൈബിളിൻ്റെ ഭാഷ തന്നെ വിളങ്ങിയെന്ന, ശോഭിച്ചു, ബ്രൈറ്റായി, തിളങ്ങി, എല്ലാവരുടെയും മുകളിൽ വന്നു. ആരൊക്കെ വന്നാലും പുള്ളിയുടെ താഴെ വരുള്ളൂ. എന്താ കാരണം? അതിൻ്റെ കാരണം എഴുതിയിരിക്കുന്നത് ഉത്കൃഷ്ടമാനസനായതുകൊണ്ട്. കടിച്ചാ പൊട്ടാത്ത വാക്കാണ്. എന്തുവാ ഈ ഉത്കൃഷ്ടമാനസൻ എന്ന് എഴുതിയിരിക്കുന്നത്? ബൈബിൾ ഭംഗിയുള്ള വാക്കുകളാണ് മലയാളത്തിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇത്രയേ ഉള്ളൂ, ബിക്കോസ് ഹീ വാസ് ഓഫ് ആൻ എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്. അത്രയേ ഉള്ളൂ. ഉത്കൃഷ്ടമാനസൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിക്ഷണറിയും തപ്പി നിഘണ്ടുവും തപ്പി നിൽക്കണ്ട. അവനിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞത് 99% ആളുകൾക്കും പിടികിട്ട് കാണും. എന്താണ് എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്? സാധാരണയിലേക്കാൾ അപ്പുറമായിരിക്കുന്ന ഒരു അസാധാരണ ആത്മാവ്. നമുക്കറിയാം, പറഞ്ഞപ്പോഴേ അറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അല്ലാതെ ആരാ? പരിശുദ്ധാത്മാവിന് ഒരാളെ ആരാക്കാൻ പറ്റും? എവിടെ വരെ എത്തിക്കാൻ പറ്റും? ഒരാളിൽ എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ് വസിച്ചാൽ ആ മനുഷ്യൻ ആരാകും? നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുത്തെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയവനാകാൻ, ആരുടെ അടിമയായിരുന്ന് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിച്ച് കഞ്ഞി കുടിച്ച് പോകാനല്ല. നിങ്ങൾ ദൈവപൈതലല്ലേ? ആഗ്രഹിച്ചുകൂടെ? മാന്യനായി എവിടെ ചെന്നാലും അതിൻ്റെ ഏറ്റവും നല്ല ലെവലിലായി ആ ഒരു സ്ഥിതി ചിന്തിച്ചുകൂടെ? തെറ്റുണ്ടോ അതിനകത്ത്? അതെയോ പാറ്റയും പഴുതാരയും പൊടിയും ഞാഞ്ഞൂലുവാന്നും പറഞ്ഞുകൊണ്ട് മൂലയിൽ ഒതുങ്ങിയാൽ മതിയോ? അഹങ്കാരിയായി രാഷ്ട്രീയം കളിച്ച് കസേര പിടിച്ചെടുക്കണം എന്നതല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നീ ഒരു സ്ഥാപനത്തിൽ ചെന്നാൽ നീ അവിടുത്തെ ഏറ്റവും മാന്യനായിരിക്കണം, ഏറ്റവും നല്ല നിലവാരത്തിലെത്തണം. എത്തിക്കാൻ പറ്റും. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ കടന്നു പോകുന്ന മേഖലകളെല്ലാം വിനീത മനസ്സോടെ, സൗമ്യതയോടെ, താഴ്മയോടെ എൻ്റെ കർത്താവിൻ്റെ കാലയിലേക്ക് ഞാൻ പറ്റിച്ചേർന്ന് കിടന്നുകൊണ്ട് 1000 നന്ദി പറഞ്ഞുകൊണ്ട് പറയാം. എൻ്റെ കർത്താവിനെ കണ്ടതിനേക്കാൾ മുമ്പ് ഞാൻ എല്ലാവരിലും പുറകിലായിരുന്നു പഠിച്ച കാലത്തൊക്കെ. പക്ഷേ യേശുവിനെ കിട്ടിയതിന് ശേഷം വീണ്ടും എനിക്ക് ജീവിതം ഉണ്ടായിരുന്നല്ലോ. ഞാൻ കടന്നു പോകുന്ന പല മേഖലകൾ ഞാനത് എണ്ണി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മനസ്സിനകത്തുണ്ട്. നന്ദിയുള്ള ഹൃദയത്തോടെ, തിളച്ചു മറയുന്ന ഹൃദയത്തോടെ ഞാൻ എൻ്റെ കർത്താവിന് സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് പറയാം, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിച്ചാൽ വിദ്യാഭ്യാസത്തേക്കാൾ, കുടുംബശ്രേഷ്ഠതയേക്കാൾ, നമ്മുടെ ശരീരഘടനയേക്കാൾ, മുഖഛായയേക്കാൾ, സൗന്ദര്യത്തേക്കാൾ, പേഴ്സണാലിറ്റിയേക്കാളെല്ലാം സ്വർഗത്തിലെ ദൈവം ഈ എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ് അകത്തുണ്ടെങ്കിൽ അവരെ എല്ലാറ്റിനും മീതെ കൊണ്ടുവരും. നമുക്ക് പലർക്കും അതൊന്നും ചിന്തിക്കാൻ നേരം. നമ്മൾ നമ്മുടെ ബുദ്ധിയിട്ട് കളിക്കുകയല്ലേ. കുറ്റമാണെന്ന് പറയരുത്. സത്യം പറയുമ്പോൾ ഞെട്ടുകയും ചെയ്യരുത്, വിഷമിക്കുകയും ചെയ്യരുത്. സത്യത്തിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് ജയിക്കാനാണ് നമ്മൾ പലരും ശ്രമിക്കുന്നത്. പഠിക്കുന്നു, എഴുതുന്നു, രാത്രി ഉറക്കളയ്ക്കുന്നു, ചർച്ചയിൽ പോലും പോകാതെ ദൈവത്തിനല്ല അറിയാൻ, 2 ആഴ്ച പോയില്ലെങ്കിലും നല്ല കാര്യത്തിനല്ലേ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ബുദ്ധിയിട്ട് കളിക്കുന്നു. അകത്താത്മാവ് വസിച്ചാൽ, എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്, ഉത്കൃഷ്ടമാനസൻ ആയിരുന്നതുകൊണ്ട് എല്ലാവരേക്കാളും വിശിഷ്ടനായി വിളങ്ങി. നമ്മളെ കൊണ്ട് പറ്റും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും. നീ നിൽക്കുന്ന ആ സമൂഹത്തിനകത്ത് ഒരു സ്ഥാനം കിട്ടിയെന്നല്ല, എല്ലാവരെയും തള്ളി മറച്ചിട്ടിട്ട് അവരുടെ കഴുത്തേ കയറി നിൽക്കണമെന്നല്ല ഈ പറയുന്നത്. എല്ലാവരേക്കാളും നന്നായിരിക്കണം. എൻ്റെ മനസ്സെപ്പോഴും പറയും, എന്ത് ചെയ്താലും നന്ന്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, എൻ്റെ മനസ്സ് പറയുകയാണ്, ഇവരെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ
ഞാൻ ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കും. ഒരു ശുശ്രൂഷയ്ക്ക് അവസരം കിട്ടിയാൽ അതിൻ്റെ മീതെ നീ ഒരു വെച്ചുകെട്ടും വേണ്ട, അത്രയ്ക്ക് ആത്മാർത്ഥതയോടെ പഴുതടച്ച് ആ സ്പിരിറ്റ് നമ്മെ സഹായിക്കും. എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്. ദാനിയേലിൽ ആ ആത്മാവ് ഉണ്ടായിരുന്നത് കൊണ്ട് ആ നാട്ടിൽ ആരൊക്കെ ഉണ്ടെങ്കിലും, പേർഷ്യൻ രാജ്യത്ത് പ്രാദേശികമായ ഒത്തിരി പേര് കാണുമല്ലോ, ഒരുപാട് പേരെ അധിപതികളാക്കി വെച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അവരുടെയൊക്കെ മീതെ നമ്മുടെ മലയാളിയുടെ ഭാഷ പറഞ്ഞാൽ ഈ വരത്തൻ, അവിടുത്തെ സമൂഹത്തിലെ സാധാരണക്കാരനല്ലാത്ത, അവിടുത്തെ ആളല്ലാത്ത, പുറത്തുനിന്ന് വന്ന ഈ മനുഷ്യൻ എല്ലാവരെക്കാളും മുകളിലായി. ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ ദൈവത്താൽ മാനിക്കപ്പെട്ട് മാന്യസ്ഥാനങ്ങളിൽ ഇരുത്തിയ ഒത്തിരി പേര് കേൾക്കുന്നുണ്ടായിരിക്കും. ശരിയല്ലേ സാറുമാരെ ഞാനീ പറയുന്നത്? പിതാക്കന്മാരെ റിട്ടയർഡ് ലൈഫിൽ ഇപ്പോൾ വീട്ടിലിരുന്ന് കേൾക്കുന്നവരെ, നിങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ള, നിങ്ങളെക്കാൾ കഴിവുള്ള, നിങ്ങളെക്കാൾ കുടുംബങ്ങളുമായിട്ട് ബന്ധമുള്ള പലരും ഉണ്ടായിരുന്നിട്ടും നിങ്ങളുടെ അകത്ത് വാണ ദൈവാത്മാവ് നിങ്ങളെല്ലാവരുടെയും മീതെ കൊണ്ടുവന്നു. ദൈവം അത് ചെയ്തു. കർത്താവിന് നന്ദി. ഞാൻ നിങ്ങളെല്ലാവരോടും പറയാം, ഈ ആത്മാവ് അകത്ത് വസിച്ചാൽ നിങ്ങളെ എല്ലാത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തിക്കൊണ്ട്, ആത്മാവിനെ അകറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ പണം കൊണ്ടും ബുദ്ധി കൊണ്ടും കളിച്ചാൽ എങ്ങും എത്താൻ സാധ്യതയില്ല. അതെല്ലാം മാറ്റിവെച്ചിട്ട് ദാനിയേലിനെ ഒന്നോടെ ശ്രദ്ധിക്കുക. ദൈവാത്മാവിനാൽ വലിയവനായവൻ. നമുക്കതിനായി പ്രാർത്ഥിക്കാം, കർത്താവിലേക്ക് ഏൽപ്പിക്കാം. ഇതൊക്കെ കേട്ട് മറക്കാനല്ല, മുട്ടുകുത്തി പ്രാർത്ഥിച്ചത് പ്രായോഗികമാക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പലരും ഉയർന്നതിൻ്റെ പുറകിൽ കാരണമുണ്ട്. ആരും അറിയാതെ ഉയർന്നിട്ടില്ല. ദാനിയേൽ എല്ലാവരിലും വിശിഷ്ടനായി വിളങ്ങിയെങ്കിൽ അതിൻ്റെ കാരണം അവനിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ് ഉണ്ടായിരുന്നു. ആ സ്പിരിറ്റ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഞങ്ങൾക്ക് തന്ന ദൈവമേ, ഇന്നും ദൈവാത്മാവ് ശരീരങ്ങളിൽ വസിക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നല്ലോ. ഞങ്ങളിൽ വസിച്ചുകൊണ്ട് ഞങ്ങളെ പ്രയോജനപ്പെടുത്തണേ. ഇത് കേൾക്കുന്നവർക്ക് ഗുണം വരണേ, നന്മ വരണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.